ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ മണാലിയിലെ നഷ്റ്റീസ് നിന്ന് ചെക്കൗട്ട് ചെയ്തായിരുന്നു. എന്നിട്ടിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സദേൺ സോൾസിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എവിടെയാണ് പോകുന്നത്? വശിഷ്ഠ്. അത് വില്ലേജ് ആണോ? അല്ലല്ലോ, ടെമ്പിൾ. അത് കാണാനാണ് പോണത്. അപ്പം ടിപ്റ്റൻ മൊണാസ്ട്രിയിൽ പോകുമോ? ഹാ, നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കഴിക്കാതിരിക്കുന്നത് ഇവിടെയാ. ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ വന്നത്. ലൈക്ക് പുറത്താണ് സീറ്റിംഗ് ഒക്കെ. നാച്ചുറൽ, നോ ഈസ്തെറ്റിക്. ഇത് കാണിട്ട് മെനു. യാ, ദോശയൊക്കെ ഉണ്ട്. തുറക്കുവോ? യാ, ഇഡ്ഡലി. ആ, ഓക്കെ. അപ്പൊ നമ്മുടെ ഫുഡ് വന്ന് ഞാൻ പറഞ്ഞത് ഇഡ്ഡലിയാണ്. അവര് രണ്ടുപേരും ദോശ, പ്ലെയിൻ ദോശയാ, നോ പൊടി ദോശ. നമുക്ക് കഴിക്കാം. നമ്മള് അങ്ങനെ ബുദ്ധിസ്റ്റ് മോണാസ്ട്രി എത്തി. ये ठीक है क्या? हाँ, मनाली तो पूरा हो चुका अब. മൊണാസ്ട്രിക്കകത്ത് കയറണമെങ്കിൽ ഷൂസ് ഊരിയിരുന്നു. സോക്സ് ഇടാമോ? നമ്മ മൊണാസ്ട്രിക്കകത്ത് കയറിയാണ്. ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റിന് പൈസ ഡോളർ എവിടെ? ഡോളേഴ്സ് വരെ ഉണ്ട്. മുകളിലും ഉണ്ട്. ആ, ഇത് എന്തിനാണ് ഇത് ഇങ്ങനെ കറക്കണത്? ആചാരം എനിക്കറിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് വശിഷ്ഠിലാണ്. ഇവിടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. മെയിലിന് വേറെ സെക്ഷൻ, ഫീമെയിലിന് വേറെ സെക്ഷനാണ്. നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല. ഇത് റബ്ബഡി ജില്ലേബിയാണ്. നമ്മളെ ഈ കടയിൽ നിന്ന്
നമ്മൾ വശിഷ്ഠിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ സൊലാങ്ങിലാണ് പോയത്. അവിടുത്തെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ശ്രീ അഞ്ജാനി മഹാദേവ് മന്ദിർ കാണാൻ വേണ്ടി പോവുക. ഇത് ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ ബൈക്കിൽ പോകാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ അഡ്വഞ്ചറസ് ആയതുകൊണ്ട് ബൈക്കിൽ തന്നെ പോയി. അവിടെ ഉള്ളവർ പറഞ്ഞത് അവിടെ ബൈക്ക് പോകില്ലെന്നാണ്, ബൈക്ക് എടുത്ത് പോകാനാണ് പറഞ്ഞത്. അത് പക്ഷേ 2000 റുപ്പീസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ബൈക്കിൽ പോയി. वो तो मना ही करेंगे ना मैम। अच्छा, तुम लेके आ सकते हो? हाँ हाँ। थैंक यू। നമ്മൾ ഓഫ് റോഡ് ചെയ്ത് വന്നത് ഈ ടെമ്പിൾ കാണാനായിരുന്നു, ശ്രീ അഞ്ജാനി മഹാദേവ് മന്ദിർ. നമ്മൾ സന്ധ്യയ്ക്കായി എത്തിയത്, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. അവിടെ വാട്ടർഫോൾസ് ആണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ -6 എന്തോ ആയിരുന്നു. അതാണ് ഐസ് ആയിട്ട് കിടക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കഴിക്കാനാണ് പോയത്. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ തുപ്ക, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ആയിരുന്നു. നമ്മൾ രാവിലെ സൊലാങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കീലോങ്ങിൽ പോണ വഴിയാണ്. അപ്പോൾ അട്ടാൽ ടണൽ വഴിയാണ് പോയത്. ഇത് 2 റിവർ വന്ന് ചേരുന്ന സ്ഥലമാണ്. കോൺഫ്ലുവൻസ് ഓഫ് ചന്ദ്ര ആൻഡ് ബാഗ റിവർ. പോണ വഴിയായിരുന്നു നമ്മൾ. ഇതുവഴിയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ഗ്യോലക്പ സ്റ്റേ. അങ്ങോട്ട് പോവാണ്. ഇത് മലയുടെ മുകളിലാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ ഓഫ് റോഡും ഉണ്ട്. ഇത് നല്ല റോഡ്. ഇത് കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡാണ്.
ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ കിലോയിലാണുള്ളത്. കിലോയില് ഗോൽഗപ്പ സ്റ്റേ. റൂം കാണിച്ചെടുക്കാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ റൂം വരുന്നത്. കൊള്ളായിരുന്നു, നല്ല റൂം, വെറൈറ്റി റൂം. അവര് വുഡ് വെച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തണുപ്പ് അധികം അകത്ത് കയറൂല, എന്നാലും നല്ല തണുപ്പായിരുന്നു അവിടെ. ഇത് നമ്മുടെ സ്റ്റേയുടെ ബാൽക്കണി വ്യൂ ആണ്. നമ്മൾ ബാൽക്കണി പോയി നിൽക്കുമ്പോൾ ഈ മല കാണാം. ഇത് നമ്മൾ കീലോങ്ങിന്റെ സ്റ്റേ പോയി ബാഗെല്ലാം വെച്ചിട്ട് ചിസ്പ റൂട്ട് അങ്ങോട്ട് പോണ വഴിയാണ്. ഇത് നമ്മൾ പോണ വഴി അവിടുത്തെ ഒരു ധാബയിൽ കയറിയതാ. അവിടെ നിന്ന് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചായിരുന്നു -8 ഡിഗ്രിയിൽ. ഇത് നമ്മള് സിംഗിള ടോപ്പ് പോണ വഴിയാ. സ്ട്രെയിറ്റ് കാണിക്കുന്നത് സിംഗിള ടോപ്പും റൈറ്റ് ദീപക് താല സർച്ച് പോണ വഴിയാണ്. അപ്പം നമ്മൾ ബൈക്കിൽ വന്നുകൊണ്ട് അവര് കയറ്റി വിടൂലെന്ന് പറഞ്ഞു. കാരണം അവിടെ ഫുൾ സ്നോ ആയതുകൊണ്ട് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു. 4x4 പോവാം. പിന്നെ നമ്മള് ബൈക്കിലായതുകൊണ്ട് പോയില്ല. നെക്സ്റ്റ് ഡേ 4x4 പോയായിരുന്നു. ഷിങ്കുള ടോപ്പ് പോയത് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ഇടാം. പിന്നെ നമ്മള് നേരെ സ്റ്റേയിൽ വന്നപ്പോൾ രാത്രിയായിരുന്നു. അവിടുത്തെ ഫുഡ് കഴിക്കുന്ന റൂം ഇതായിരുന്നു. ഇവിടെ വന്നാൽ നല്ല ചൂടാണ്. വെളിയിലത്തെ തണുപ്പ് വെച്ച് ഇതിനകത്ത് വന്നിരിക്കുമ്പം നല്ല സുഖമാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ നമുക്ക് ഫുഡ് സെർവ് ചെയ്തായിരുന്നു. അവിടുത്തെ ഓണേഴ്സ് 2 പേരും നല്ല കമ്പനിയായിരുന്നു. നമുക്ക് മട്ടൻ സൂപ്പ്, ചപ്പാത്തി, ചിക്കൻ ആയിരുന്നു നമ്മൾ രാത്രി പറഞ്ഞിരുന്ന ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ചിക്കൻ കറിയൊക്കെ നമ്മൾ നാട്ടിൽ വെക്കുന്നത് ടേസ്റ്റ് ആയിരുന്നു. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.